നമസ്കാരം. വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഉറപ്പാണ് എങ്കിൽ പോലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനായി നരേന്ദ്രമോദി സർക്കാർ പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തായാലും നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച സമയത്തൊക്കെയും അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട സമയത്തൊക്കെയും രാജ്യമെമ്പാടും വലിയ പ്രതിഷേധവും ഇതിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ബംഗാളിലെയും അസമിലെയും 56 ലോക്സഭാ സീറ്റുകളിൽ ഈ തീരുമാനം നേരിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 27 സീറ്റുകളിൽ BJP വിജയിച്ചു കയറിയതാണ്. ബംഗാളിൽ 18 സീറ്റും അസമിലാകട്ടെ 9 സീറ്റും. ഇത്തവണ ബംഗാളിലെയും അസമിലെയും സീറ്റുകൾ BJPക്ക് കൂടിയേ തീരൂ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അതിന് സാധിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നതും. എന്തായാലും കേരളം ശക്തമായി ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഒരു കാരണവശാലും ഇവിടെ ഈ നിയമം നടപ്പിലാക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പൗരത്വം AKG സെന്ററിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ ആണ് അനുവദിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. കേരളത്തിലാണെങ്കിൽ എണ്ണത്തിൽ കവിഞ്ഞ അഭയാർത്ഥികൾ ഉണ്ട് താനും. അത്തരത്തിലാണ് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും പിണറായിയുടെ വാക്ക് കേട്ട ഉടൻ തന്നെ കൊടിയും പിടിച്ച് തെരുവിൽ ഇറങ്ങും മുൻപ് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. അത് അനുവദിക്കുന്നതാവട്ടെ കേന്ദ്ര സർക്കാരും. സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല. പിന്നെ എന്താണ് ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാം. സമയവും പണവും ഒക്കെ പാഴാക്കാൻ കഴിയും. അതൊക്കെ ഓരോ സംസ്ഥാനത്തിന്റെ താല്പര്യമാണ്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളുടെ താല്പര്യമാണ്. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേ നിലപാടാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് CAA അഥവാ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് താനും. പൗരത്വ നിയമം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഭരണഘടനയുടെ 256 അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിന് സാധിക്കുകയും ചെയ്യും. നിയമം നടപ്പിലാക്കില്ല എന്ന് കേരളം പിന്നെയും വാശി പിടിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ട് എന്നും കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്നും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ സാധിക്കും. പിന്നീട് എന്താണ് ഉണ്ടാവുക? രാഷ്ട്രപതി ഭരണം എന്ന വളരെയധിക നൂലാമാലകൾ നിറഞ്ഞ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുകയും ചെയ്യും. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനം പരിശോധിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെയാണ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും മതപീഡനം അനുഭവിച്ച് 2014 മുൻപ് ഇന്ത്യയിലേക്ക് വന്ന അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളായ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് പൗരത്വത്തിന് വേണ്ടി ഇനി അപേക്ഷ നൽകാൻ സാധിക്കും. അതിനായി ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ പ്രത്യേകമായ ഒരു പോർട്ടൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. അപേക്ഷകൾ പരിശോധിച്ച് നടപടികൾ പൂർത്തിയാക്കേണ്ടത് അതത് ജില്ലാ സമിതികളായിരിക്കും. ആ ജില്ലാതല സമിതികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാവട്ടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പോ അല്ല, മറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടാണ്. അങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ നിയമം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. CAA നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി ഹർജികൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്തായാലും അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെന്നാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയോട് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതേ ആവശ്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തും എന്നതും സ്വാഭാവികമാണ്. CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാർ മറുവശത്ത് നൽകുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റ് വിദേശികൾക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനും സാധിക്കില്ല. നേരത്തെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ഇന്ത്യ പൗരത്വം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഭാഗം, ബർമയിൽ നിന്നുള്ള വ്യക്തികൾ, 1970 അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ തുടങ്ങിയവർക്കൊക്കെ
ഇത്തരത്തിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും ഇന്ത്യ മുൻപ് പൗരത്വവും പുനരധിവാസവും മറ്റും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവുകയുമില്ല. എന്തായാലും പിണറായി വിജയന്റെ വാക്കു കേട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ മതേതര മുഖം ഇതോടുകൂടി നഷ്ടമാകും, അല്ലെങ്കിൽ പൗരന്മാർ ഭാവിയിൽ മതത്തിന്റെ പേരിൽ രണ്ട് തട്ടിലായേക്കാം തുടങ്ങിയ ആശങ്കകൾ ഉന്നയിക്കാനും അതിന്റെ പേരിൽ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികവുമാണ്. അതിലൊക്കെ ക്ലാരിറ്റി വരുത്തേണ്ടത്, ഒരു വ്യക്തത, ഇങ്ങനെയുള്ള ഒരു ആശങ്ക ഉള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ ചുമതലയാണ് താനും. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ എരുതിയിൽ എണ്ണ കൊരിയൊഴിക്കുന്ന തരത്തിലേക്കാണ് അവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ പരമാവധി പരിഭ്രാന്തരാക്കുക, അതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക, ഇതൊക്കെയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ നേട്ടം ഒന്നുകിൽ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതിനുവേണ്ടി തെരുവിൽ തല്ലുകൊള്ളേണ്ടതും അല്ലെങ്കിൽ പ്രതിഷേധവുമായി കൊടിയും പിടിച്ച് ഇറങ്ങേണ്ടതുമൊക്കെ സാധാരണക്കാർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. നമുക്കറിയാം, വിദ്യാർത്ഥികൾ കുറച്ചധികം വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം വളരെ സജീവമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. എതിർക്കുന്നതിലോ പ്രതിഷേധിക്കുന്നതിലോ അല്ല പ്രശ്നം, മറിച്ച് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ, പ്രസ്താവനകൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഫാക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് മാത്രമാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പൗരത്വം അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ നിയമത്തിന്റെ നടപ്പിലാക്കൽ ഉൾപ്പെടെ അതിലും സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു കൈകടത്തലിനും അവകാശമില്ല. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചധികം തന്നെ കാണാൻ സാധിക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പെട്ടിയിൽ വീഴുന്നത് വരെ മാത്രമേ ഇത്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകൂ എന്നതും മറ്റൊരു വസ്തുതയാണ്.